മറ്റ് മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഏത് രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം, അല്ലെങ്കിൽ അതിലുള്ള കെട്ടുകൾ ഏത് രീതിയിൽ പൊട്ടിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിച്ച്. കൊലോസ്യർക്ക് ലേഖനത്തിൽ നിന്ന് നമ്മൾ എടുത്തിരുന്ന 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ഉയരത്തിലുള്ള അന്വേഷിക്കുക, ഉയരത്തിലുള്ള ചിന്തിക്കുക എന്ന് പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്, ചിന്തിച്ച് ഭാരപ്പെടരുത്, ചിന്തിച്ച് ഞെരുങ്ങിപ്പോകരുത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ നമ്മൾ ഡെലിവർ ചെയ്യണം, വിടുവിക്കപ്പെടണം. ഈ ചിന്തകളിലുള്ള പൈശാചി ശക്തി, ചില ആളുകളെ ഈ പിശാചിൻ്റെ കെട്ടുകളിലാവുന്നുണ്ട്. കാരണം വേണ്ടാത്ത ചിന്തിക്കുന്നുണ്ട്. അവർ ശ്രദ്ധിച്ചറിയാം, അവർ ചിലപ്പോൾ ഇങ്ങനെ ഓരോരുത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ എവിടെയാണെന്ന് അറിയത്തില്ല, ദേ ലോസ്റ്റ്. കാരണം ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല, ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. ചില ആളിങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം, എപ്പോഴും ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കാം. അത് കാണാം. കഴിഞ്ഞ 5 വർഷമായിട്ട് നീ ചിന്തിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ നടന്ന് ചിന്തിക്കുന്നത്? പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. പ്ലാനിങ്ങും ചിന്തയും രണ്ടും വ്യത്യാസമുണ്ട്. ചില ദുഷിച്ച ചിന്തകൾ വന്ന് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ ദൈവം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ചെങ്കടലിൻ്റെ നടുവിലും ഒരു വഴി കണ്ടെത്താനായിട്ട് ദൈവത്തിന് കഴിയും. അത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ മരിച്ചു പോകുമെന്ന് ഹാഗാർ വിചാരിച്ച് ഇനി കുടിക്കാൻ വെള്ളം, അവരെ അയച്ച സമയത്ത് കുറച്ച് വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ടാണ് സാറാ വിട്ടതെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ ഭവനത്തിൽ നിന്ന് പോയത്. എന്നാൽ അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുടിക്കാൻ വെള്ളമില്ല, നഷ്ടപ്പെട്ടു പോയി, തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അപ്പുറത്ത് ഉറവ കാണിച്ചു കൊടുക്കുന്നു. ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, ഒരു സിറ്റുവേഷനിൽ ചെങ്കടലിൻ്റെ അവിടെ തന്നെ വഴി തുറക്കാനായിട്ട് ദൈവത്തിന് കഴിയും. നമുക്കറിയാം, ചെങ്കടൽ 2ആയിട്ട് വിഭജിച്ച് ഇസ്രായേൽ മക്കളെ അതിനകത്തൂടെ നടത്തുന്നത്. നമ്മൾ ചിന്തിക്കാൻ കൂടെ പറ്റുമോ? ചെങ്കടലിനകത്ത് ഒരു കടൽ 2ആയിട്ട് വിഭജിച്ച് പോകുന്നത് വലിയ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ? അത് മാത്രമല്ല, ഇത് കടൽ വിഭജിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ 2 ആൾ താഴ്ചയിലുള്ള ചതുപ്പായിരിക്കും അതിൻ്റെ അടിഭാഗത്ത്. അതായത് മനുഷ്യർക്കൊന്നും നടക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെ നടക്കാനോ? അതെല്ലാം ഉണങ്ങി വരാൻ എത്ര ദിവസം എടുക്കും സാധാരണ കേസിൽ വെയിലടിച്ചാൽ? മനുഷ്യൻ്റെ ലോജിക്കോ ബുദ്ധിക്കോ ഒക്കെ അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. കാറ്റടിപ്പിച്ചെന്ന് മാത്രമേ ബൈബിളിലുള്ളൂ. കാറ്റടിപ്പിച്ചു, കൈ നീട്ടി, വടി നീട്ടി 2ആയിട്ട് പിളർന്നു, കാറ്റടിപ്പിച്ചു, അതിലേക്കൂടെ പോയി. അതിന് എല്ലാം ഇമ്മീഡിയറ്റ് ആക്ഷനാണ് നടന്നത്. ഇനി അവരുടെ കാല് താഴാതിരിക്കാൻ, ചതുപ്പിൽ താഴാതിരിക്കാൻ അത് ഉണങ്ങിയ നിലമാക്കി മാറ്റിയോ അല്ലെങ്കിൽ ഹാർഡാക്കിയോ എന്ന് നമുക്കറിയത്തില്ല. വി ഡോണ്ട് നോ. എന്നാൽ ദൈവം അത്ഭുതം ചെയ്തു എന്ന് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് നമുക്ക് കൊലോസ്യരിലേക്ക് നമുക്ക് മടങ്ങി വരുമ്പോഴേ, ദൈവത്തോട് ഉയർത്തെഴുന്നേൽപ്പിച്ച നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച നമ്മൾ ഒരിക്കലും തന്നെ ആകുല ചിത്തരായി നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് വിഷാദിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് നിങ്ങളുടെ രോഗം, നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നമായാലും, വട്ട് എവർ മേ ബി, അതിനെല്ലാം ദൈവത്തിനൊരു വിടുതലുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. നമ്മളെന്താണ് ഇതിൽ നിന്ന് നമ്മൾ മാറിപ്പോകാനുള്ള കാരണം എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ ഭവനത്തിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചപ്പം കുറേ കാര്യങ്ങൾ പഠിച്ച്, സയൻസും ശാസ്ത്രവും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ദിനം പ്രതി പത്രങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ട്, ദൈവജന എത്ര 6000 വർഷത്തിന് മുമ്പൊക്കെ പറഞ്ഞ കാര്യം, അതിൽ നിന്നൊക്കെ എന്തൊക്കെ വ്യത്യാസമായി, ഇപ്പം ലോകം അങ്ങനെയാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു അവിയൽ പരുവത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പം ഈ യുഗത്തിലല്ലേ, നമ്മൾ ആറ്റമിൻ്റെ യുഗത്തിലല്ലേ നടക്കുന്നത്, നമ്മൾ ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്ന യുഗത്തിലല്ലേ നടക്കുന്നത്, അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങൾ ഈ ദൈവവചനത്തിനകത്തിട്ട് കൂട്ടിക്കുഴയ്ക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയില്ല എന്നുള്ള വാക്കൊന്നും നമുക്ക് ദഹിക്കത്തില്ല. നമ്മൾ നോക്കുന്നത് പണത്തിലോട്ട് നോക്കും, നമ്മൾ സയൻസിലോട്ട് നോക്കും, നമ്മൾ ലോജിക്കൽ കൺക്ലൂഷനിലോട്ട് നോക്കും, നമ്മൾ ആശുപത്രിയിലേക്ക് നോക്കും. ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിതൊന്നും നോക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ നോട്ടം ആദ്യമായിട്ട് ദൈവത്തെയാണ്.
അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഈ ആകുല ചിന്തകളൊക്കെ അങ്ങ് മാറിപ്പോകും. ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4:19 വാക്യം. ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കും. കെയേഴ്സ് ഓഫ് ദ വേൾഡ്, ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ് ആൻഡ് ലസ്റ്റ് ഓഫ് അതർ തിങ്സ്. ഇതൊരു 1 മണിക്കൂർ പ്രസംഗിക്കാനുള്ളൊരു ഭാഗമാണ്. ഇഹലോകത്തിൻ്റെ ചിന്ത, അതാണ് ഞാൻ ഇതുവരെയും സംസാരിച്ച കഴിഞ്ഞ 2-3 എപ്പിസോഡാണ് ചിന്തിക്കുന്നത്. ഇഹലോകത്തിൻ്റെ ചിന്ത, നമ്മുടെ ചിന്താമണ്ഡലം, ധനത്തിൻ്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ, ഇതെല്ലാം കൂടെ കടന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ അങ്ങ് ശരിയാണ്. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് എനിക്ക് കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഫെയിലിയർ വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതാണ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് പറഞ്ഞപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താണ്. പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ ശക്തി. ദൈവം പറഞ്ഞ വാക്കൊരിക്കലും മാറുന്നതല്ല. ദൈവം തന്നെ പറഞ്ഞതാണ്, ഈ ലോകമൊക്കെ മാറിപ്പോവും, പൂവെല്ലാം ഉതിർന്നു പോവും, എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുന്നില്ല. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. അത് പെർമനൻ്റ് ആയിട്ടുള്ളതാണ്, അത് മാറുന്നില്ല. ഈ ലോകത്തിൽ മാത്രമല്ല, സ്വർഗത്തിൽ ചെന്നാലും ഇതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലത്തെ നീ ഫ്രീ ആക്കണം, അതിനെ ക്ലീൻ ചെയ്യണം. അതിനോട് വേറെ സാധനങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് നിറയ്ക്കുകയല്ലാതെ വേറെ സാധനങ്ങൾ അതിനകത്ത് മിക്സ് ചെയ്യരുത്. എപ്പോഴെങ്കിലും സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിലെ ചിന്തകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 30, 60, 70, 80, 90, 100 അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? തൻ്റെ ധനശിഷ്ടങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. മൂഢനും മൃഗപ്രായനും ഒരുപോലെ മരിക്കുകയും തങ്ങളുടെ ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുകയും ചെയ്യുന്നു. അതാണ് അൾട്ടിമേറ്റ് ഫെയ്റ്റ്. അതല്ല, എന്നും കർത്താവിനോട് വാഴാനായിട്ട്, കർത്താവിനോടൊപ്പം ഇരിപ്പാനായിട്ട് നിൻ്റെ നിത്യത ഏത് രീതിയിലൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യെരമ്യാവ് 33:3 ഡയൽ 333. യെരമ്യാവ് 33:3 എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വമായതും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അത് ഉയരവുമായിട്ട് നീ കണക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ 100% ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഒരു രാത്രിയിൽ മുഴുവൻ നീ ഇരുന്ന് ചിന്തിച്ചാലും നിൻ്റെ കടഭാരം മാറത്തില്ല, നിൻ്റെ രോഗം മാറത്തുമില്ല. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. അത് ഞാനല്ല പറഞ്ഞ, ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്. നീ അത് മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യണം. മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നീ ഒരിക്കലും പൊങ്ങി വരത്തില്ല, നീ അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എത്ര അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ താഴ്ന്നു പോയാലും ദൈവത്തിൻ്റെ വചനത്തിൽ നീ ഉയർച്ച പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ നീ ഉയർച്ച പ്രാപിക്കുക തന്നെ, നീ പൊങ്ങി വരും ഏത് സിറ്റുവേഷനായാലും. അല്ലാതെ നിരാശപ്പെട്ട് നെടുവീർപ്പെട്ട് രാത്രി ഇനി എന്തായിത്തീരും കർത്താവേ എന്ന് വിചാരിക്കാതെ ഒന്ന് മുട്ടുമേൽ നിന്ന് ഉയരത്തിലേക്കൊന്ന് നോക്കുമോ? നോക്കിയാൽ ആ ഏത് ചങ്ങലയായാലും പൊട്ടിച്ച് നീ ഉയർന്നു വരുന്നത് കാണാം. അതുകൊണ്ട് ഈ കർത്താവിനെ, ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. യിരെമ്യാവ് 33:3 എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായതും അഗോചരവുമായ ദ ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ്, അതാ നിന്നെ അറിയിക്കാൻ പോകുന്നത്. അതാണ് ദൈവത്തിൻ്റെ ഡിസേണിങ് പവർ എന്ന് പറയുന്നത്. അനോയിൻറ്റിങ്ങിനകത്ത് ഞാനത് പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ ഡിസേൺമെൻറ്റ് അനോയിൻറ്റിങ്ങിൽ കൂടി നിങ്ങൾക്ക് വരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. ദൈവത്തോടൊന്ന് വിളിച്ചപേക്ഷിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ ഒന്ന് വിധേയപ്പെടുത്തിയാൽ, നിൻ്റെ ജീവിതത്തിലൊരു സറണ്ടേഡ് ലൈഫ് ഉണ്ടെങ്കിൽ അവിടെ ദൈവം നിനക്ക് മഹത്തായിട്ടുള്ള അഗോചരം. കാരണം എന്താണ്? നിൻ്റെ മൈൻഡ് ദൈവത്തിൻ്റെ മൈൻഡ് ഒന്നാണ്. അതുകൊണ്ട് നിനക്ക് ദൈവം അത് കാണിച്ചു തരിക തന്നെ ചെയ്യും. മഹത്തായതും അഗോചരവുമായിട്ടുള്ള കാര്യങ്ങൾ, മൈറ്റി തിങ്സ്, അത് ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ്. നീ അറിയാത്ത കാര്യങ്ങൾ നിനക്ക് കാണിച്ചു തരും. കാരണം നിന്നെ ഉദരത്തിൽ ഉണ്ടായ സമയത്തിന് മുമ്പേ ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കണ്ടതാണ്. അതുകൊണ്ട് എന്തിനാ സുഹൃത്തെ ഇത്രയും ചഞ്ചലപ്പെടുകയും ഭാരപ്പെടുകയും ഞെരുങ്ങിയിരിക്കുന്നത്? ഒന്ന് ഫ്രീ ആയി ഒന്ന് വിട്ടുകൊടുക്കുക ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട്, ദൈവത്തിൻ്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നിൻ്റെ ചിന്തയുടെ കെട്ടുകളെല്ലാം പൊട്ടണം.
2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ 3 എപ്പിസോഡിലായിട്ട്. ഒന്ന്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 2, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഈ ഉയരത്തിലുള്ളതും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ്. അതിന് ഈ ദൈവത്തിൻ്റെ കാര്യം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ കാര്യം ചിന്തിക്കുകയും ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ വന്നു എന്നിരിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ദൈവം ഏതെങ്കിലും രീതി നിങ്ങളുടെ 1 കോടി രൂപ തന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ എന്തുവാ ചിന്തിക്കുന്നത്? അതെങ്ങനെ പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതല്ല ചിന്തിക്കുന്നത്. അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കണം, പ്രോഫിറ്റ് അല്ലെങ്കിൽ കടം തീർക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അല്ലേ? എന്നാൽ അത് നിങ്ങളുടെ കയ്യിൽ അവിടെ ഇരുന്നോട്ട് നിങ്ങൾ ആ സമയത്ത് ഉയരത്തിലുള്ള കാര്യം ചിന്തിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ മിഷന് വേണ്ടി അത് എങ്ങനെ വിനിയോഗിക്കാമെന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവഹിതപ്രകാരമായി കഴിയുമ്പോഴേ അതിൽ നിന്നുള്ള റിട്ടേൺ ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിലും എത്ര വലുതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് മുമ്പോട്ടുള്ള സ്റ്റെപ്പുകൾ ദൈവ ആലോചന പ്രകാരം നടക്കുന്നതായിരിക്കണം. നമുക്ക് തുടർമാനമായിട്ട് ഇനിയും പല കാര്യങ്ങൾ ചിന്തിക്കാം. ഹൃദയത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച്, വിജയമുള്ള ജീവിതത്തെക്കുറിച്ച്, തടസ്സങ്ങളെ മാറ്റുന്ന ജീവിതത്തെക്കുറിച്ച്, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ഡെലിവറൻസിൻ്റെ മെസ്സേജിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ മെസ്സേജ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. കഴിഞ്ഞ 2 മെസ്സേജിൻ്റെയും കൂടെ ചുരുക്കമായിട്ട് ഇത് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, ഉയരത്തിലുള്ള അന്വേഷിക്കുക. 2, ഉയരത്തിലുള്ള ചിന്തിക്കുക. നമ്മുടെ ചിന്തകളിലൊക്കെ പൈശാചികമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കെട്ടുകളുണ്ടെങ്കിൽ അതിന്ന് പൊട്ടി മാറണം. ഞാൻ പ്രാർത്ഥിക്കാനുള്ള സമയം എടുക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഡെലിവറൻസിനകത്ത് ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്. ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോഴേ അതിൽ നിന്ന് വിടുതൽ ദൈവം തരികയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഈ പറയുന്ന ചിന്തയിൽ നിന്നുള്ള ചില വിടുതലുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്താമണ്ഡലത്തിൽ വിടുതൽ വേണം എന്ന് പറഞ്ഞൊരു തംസപ്പെടുക. നിങ്ങളെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പേരെന്തോന്ന് നമുക്കറിയത്തില്ല. നമുക്ക് അതാണ് പറഞ്ഞ് അതിനകത്തുള്ള ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് ലിങ്കിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഉയരത്തിലുള്ള കാര്യങ്ങളെ ചിന്തിക്കുകയും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ക്ലീൻ ആക്കി വെക്കുകയും ചെയ്യുമ്പോഴേ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ലോകത്തിൻ്റെ ചിന്തകൾ, ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷും ലെസ്റ്റ് ഓഫ് അതർ തിങ്സും, ഈ ലോകത്തിലുള്ള എല്ലാം നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാം വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ വലിയൊരു വിടുതൽ വരികയാണ്. ദൈവവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ടുള്ള വലിയ മാർഗ്ഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ചിന്താമണ്ഡലങ്ങളിലെ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്നൊരു റിലീസ് വരണം. ഈ ലോകവുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. ബിസിനസ്സുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ചില ആളിത് കാണുന്നു. ബിസിനസ്സിനകത്ത് നഷ്ടം വരുന്നു, ബിസിനസ്സിനകത്ത് പുതിയ ലൈനില്ല, ബിസിനസ്സിനകത്ത് മുമ്പോട്ടുള്ള എങ്ങനെ പോകണം എന്നറിയത്തില്ല. ആ ചിന്തകളെ ഭരിച്ച് നിരാശയിൽ കടന്ന് പോകുന്ന നിങ്ങളെ ഈ ദിവസം ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം അതിനെല്ലാം ഒരു നീക്കുപോക്കുണ്ടാക്കും. അതിനെക്കുറിച്ച് വലുതായിട്ട് വറിയേണ്ട ആവശ്യമില്ല. ദൈവത്തോടൊന്ന് പറയുമോ? പുതിയ ലൈൻസൊക്കെ ഇന്ന് ഓപ്പൺ ചെയ്തു തരുന്നതായിട്ട് കാണാം. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുകയും ചഞ്ചലപ്പെടുകയും ചെയ്യാതെ ദൈവത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുമോ, നോക്കുമോ, ദൈവത്തോടൊന്ന് കണക്ട് ചെയ്യുമോ, അവനോടൊന്ന് വിളിച്ചപേക്ഷിക്കുമോ, ദൈവം വലിയൊരു വിടുതൽ തരും. സ്തോത്രം. അനേകം വർഷങ്ങളായിട്ട് രോഗങ്ങളായിട്ട് പ്രയാസപ്പെടുന്ന, അലർജിക്കായിട്ടുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുകയും ശരീരത്തിലെ സോറിയാസ് പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ നെടുവീർപ്പിട്ട് ഉറങ്ങാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ കാണും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ വരും. നിങ്ങൾ ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം ഒരു വിടുതൽ തരും. നിങ്ങൾ ജീവിതങ്ങളിലെ ആ രോഗത്തിന് അവൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഉള്ളിൽ ഒന്ന് ചേർന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? നിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം അതിനകത്ത് വലിയൊരു വിടുതൽ തരും. ജീവിതത്തിലെ നിരാശയിലിരിക്കുകയും മുന്നോട്ടുള്ള വഴി എന്താണെന്ന് അറിയുകയും ചെയ്യാതെ വിഷമിക്കുന്ന ചില മാതാപിതാക്കൾ, ഫൈനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിളുണ്ട്. അതുപോലെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ കൊടുത്തു തീർക്കാനായിട്ടുള്ളതുണ്ട്.
കുഞ്ഞുങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ നെടുവേർപ്പെടുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ ഈ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പഠിച്ച കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുകയും അവർ തിരിച്ചു വരികയും ചെയ്യും, അവരുടെ ലോണ് പോലും അടയ്ക്കാൻ വയ്യാത്ത സാഹചര്യത്തിലിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിടുതൽ ഈ ദിവസങ്ങൾ വന്നു ചേരും. അവിടെ ഒരു ജോലി ഇല്ലാത്തടത്ത് ദൈവം ഒരു ജോലി കൊടുക്കട്ടെ. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഉപവാസത്തിലിരുന്നൊന്ന് പ്രാർത്ഥിക്കുമോ ഈ വിഷയത്തിൽ? നിങ്ങളുടെ പോകുന്ന ലോക്കൽ പാസ്റ്ററുമായിട്ട് ചേർന്നിരുന്ന് അവിടെ പോയി ഒരു ദിവസം ഉപവാസത്തിലൊത്ത് പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ ചിന്താമണ്ഡലങ്ങളെയും ദൈവം ഈ പകൽക്കാലം അതിൽ നിന്നുള്ള പ്രയാസത്തിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾക്ക് തരും. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, കർത്താവേ ഞങ്ങൾക്ക് ഉയർച്ച തരുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം പകരുന്ന ദൈവം ഈ ദിവസങ്ങളിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. എല്ലാ വിഷാദവും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ നെടുവീർപ്പുകളും, മാനസിക രോഗവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഇനിയും തുടർമാനമായിട്ട് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അടുത്ത സൺഡേയിലുള്ള മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ അയച്ചു തന്നാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.